പക്ഷേ ഷോ കഴിഞ്ഞ് ഞാനത് നിർത്തി. പക്ഷേ അതിന് എനിക്കെന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചതിന് എന്നെ ഇത്രയും വലിച്ചു കയറി എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ്, എൻ്റെ അമ്മയെ പറഞ്ഞ്, എൻ്റെ അച്ഛനെ പറഞ്ഞ്, എൻ്റെ എന്തെല്ലാം രീതിയിലാണ്, മഹാവൃത്തികെട്ട രീതിയിൽ. മലയാളികളൊന്നും ഇങ്ങനെ ആവില്ല. ഇത് കൂലിപ്പട്ടാളമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ PR വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ വർക്ക് കിട്ടാതെ പോയി, വിജയിക്കാൻ ട്രോഫി കിട്ടാതെ പോയി, 50 ലക്ഷം കിട്ടാതെ പോയി എൻ്റെ ഫ്രസ്ട്രേഷനാണോ എൻ്റെ പെടലിൽ തീർക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും വളരെ മോശമായ രീതിയിൽ വലിച്ചു കീറി വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ് വരുത്തിയത് വളരെ മോശമായി പോയി. എനിക്കെന്തായാലും ആ കാശിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ക്യാഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കുക. അത് ദൈവികമായ പ്രവർത്തനമാണ്. എന്നെ കണ്ട് ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ രജിത് സാറിന് നമ്മുടെ അനീഷ് ആർമിയിൽപ്പെട്ടവരോ ആരൊക്കെയോ ഈ തെറി വിളിച്ചെന്നോ എന്തൊക്കെയോ പറഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജിത് സാർ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഇന്നലെ രജിത് സാർ നമുക്കും കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത്, കാരണം ചാരിറ്റി ചെയ്യാമെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ, അതായത് രജിത് കുമാർ ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേയധികം തെറി കമന്റ്സ് വന്നു എന്ന് പറഞ്ഞാണ് രജിത് കുമാർ വീട്ടിൽ വന്നിരിക്കുന്നത്. അതായത് അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടുള്ള രീതിയിലാണ് രജിത് കുമാറിനെതിരെ പലരും അതിൻ്റെ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നത് രംഗത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു രജിത് സാറേ? അറിയാൻ പറ്റിയിട്ട് ചോദിക്കുക, ചുമ്മാ ഇരുന്നാൽ പോരെ, എന്തിനാ? ഓക്കെ, ഇപ്പോൾ അനീഷിന് ഇങ്ങനെ കിട്ടി, ഓക്കെ, അഭിനന്ദിക്കുന്നു, ആ ഒരു തരത്തിൽ ഉള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമുക്കും തരാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചിലർക്കത് എന്താ പറയുക, അത് വേറൊരു തരത്തിൽ കാണും. സ്വാഭാവികമാണ്, നമുക്ക് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ രജിത് സാർ എന്ന് പറയുന്ന വ്യക്തി ഈ സീസൺ മുഴുനീള അനീഷിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അയാളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ട് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന പ്രവർത്തി ചെയ്യാമെന്നുള്ള തരത്തിലോട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിനെ നെഗറ്റീവായിട്ട് ചിലരൊക്കെ കാണും. സ്വാഭാവികമാണ്, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരാൾ അറിഞ്ഞു തരുന്നതും നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നതും രണ്ട് തരമാണ്. ഇത്രയും അറിവുള്ള രജിത് സാറിന് അത് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഈ ഇതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അത് ഇനിയെങ്കിലും രജിത് സാർ മനസ്സിലാക്കുക. കാരണം ചോദിച്ച ആ ഒരു കാര്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ചോദിക്കേണ്ടായിരുന്നു. കാരണം നമ്മൾ ലൈവിൽ വന്നിട്ട് ഇപ്പോൾ ഒരാളെ മനസ്സറിഞ്ഞ് കൊടുത്ത ഒരു കാര്യം ഇപ്പോൾ നമ്മളത് ചോദിച്ച് വാങ്ങി നമ്മൾ ആ ഒരു തരത്തിൽ ഇപ്പോൾ എന്ത് പ്രവർത്തിക്കായാലും, ഇപ്പോൾ താങ്കളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല, മറ്റു പല ആവശ്യത്തിനും വേണ്ടിയിട്ട്, അതായത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതിലൊന്നും ഒരു തരത്തിലുമുള്ള കുഴപ്പങ്ങളും ഇല്ല. പക്ഷേ ഒരാൾക്ക് അറിഞ്ഞു കൊടുത്ത ഒരു കാര്യം അത് നമുക്കും കൂടി തരാമെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിൽ ബാക്കിയുള്ളവർ കണ്ടെന്ന് വരാം. പ്രത്യേകിച്ച് താങ്കൾ മുഴുനീളെ ആ സീസണിൽ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം വിമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണെന്നുള്ളത് ഓർക്കണമായിരുന്നു. ഇന്നിപ്പോൾ വീഡിയോ ചെയ്തതിലും ഒരു മിസ്റ്റേക്ക് താങ്കൾ വരുത്തിയെന്ന് പറയുന്നത്, ഇപ്പോൾ കപ്പ് അനീഷിന് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു രോദനം തീർക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് ആ ഒരു ഇത് തീർക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ഒരു തരത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിനെപ്പോലും വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. അതായത് താങ്കൾക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തരത്തിൽ അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടിയപ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നും ബാക്കിയുള്ളവർക്കും വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് മാത്രമല്ല, അതിന് തിരിച്ച് പ്രതികരിക്കും ബാക്കിയുള്ളവർ. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ വാക്കുകളും ഉപയോഗിക്കാനായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുക. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആവശ്യമില്ലാതെ അതും ഇതുമൊക്കെ പറയുന്നവർ, അത് ഞാൻ ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. ആ കാണിക്കുന്നത് ചെറ്റ പരിപാടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം വീട്ടുകാരെയൊക്കെ വിളിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. പക്ഷെ അതിനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തുകൂടാ. കാരണം ഇതിനു വേണ്ടി തുനിഞ്ഞു നിൽക്കുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളായിട്ട് നമ്മുടെ വായിന്ന് ഒരു കാര്യം ഇട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്.